അപ്പോൾ സൗഹാർദ്ദ പ്രതിനിധിയായി സരിനും എത്തിയിട്ടുണ്ട്. സരിൻ നമുക്കൊപ്പം ചേരുന്നു. നല്ല കൗതുകത്തിലായിരിക്കും ഇത്തവണത്തെ സമ്മേളനത്തിലേക്ക് വരുന്നത്. കൗതുകം എന്നുള്ളതല്ല വാക്ക്. ഈ എക്സസൈസ്, ഈ വലിയ ഒരു ഉത്തരവാദിത്തം ഒരു പാർട്ടി എത്ര ഗൌരവപൂർവ്വമായി കാണുന്നു എന്നുള്ള ആ ബോധ്യമാണ് എനിക്ക് വരുന്നത്. അത് കൗതുകത്തിനും അപ്പുറം നിൽക്കുന്ന ഇതാണ് നടക്കേണ്ടത് എന്നുള്ള ബോധ്യമാണ്. ആ ബോധ്യത്തിനനുസരിച്ച് ഈ പാർട്ടി എത്രയോ കാലമായി നടത്തുന്ന ഈ പ്രക്രിയ ജനങ്ങളെ കേൾക്കുക, അത് ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന പ്രതിനിധികളെ വരെ കേൾക്കുക. പ്രാതിനിധ്യ സ്വഭാവമുള്ള മനുഷ്യരാണല്ലോ ഇവിടെ വരുന്നത്. അത് ആരെ പ്രതിനിധാനം ചെയ്യുന്നു അവരെ കേട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ, വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നയം രൂപീകരിക്കുക എന്ന് പറയുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് അതിന്റെ നേതൃത്വത്തിന് ഉണ്ടാക്കിയെടുക്കാൻ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും ഒക്കെ ചില്ലറ കാര്യമല്ല. അതിനുള്ളൊരു ത്രാണി, അതാണ് അതിന്റെ ഒരു വാക്ക്, പ്രാപ്തി. ഇന്നിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രഹസനങ്ങളാണ്, കാട്ടിക്കൂട്ടലുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് CPM എത്രത്തോളം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണ് എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുന്നതിന്റെ സംസ്ഥാന തലത്തിലുള്ള അതിന്റെ ലാസ്റ്റ് എക്സസൈസ് ആണ്. ഇനി പാർട്ടി കോൺഗ്രസ് ആണല്ലോ അടുത്ത ഘട്ടം. CPM അംഗീകരിക്കുകയും ഒപ്പം ചുമതലകൾ നൽകുകയും കൂടിയാണ്. അതെ, സ്വാഭാവികം. CPM അതിൽ കണ്ടെത്തുന്ന നേതൃനിരയെ അവർക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റികൾക്കൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് അവർ ഇതുവരെ കണ്ടുപഠിച്ചു. ഇനി കൊണ്ടു നടന്ന് പഠിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി കൈമാറുന്ന സമ്മേളനങ്ങളാണല്ലോ ബ്രാഞ്ച് മുതലും സംസ്ഥാനം വരെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു കളരി കൂടിയാണ്, പരിശീലന കളരി കൂടിയാണ്. അടുത്ത തലമുറയിലേക്ക് ഇതിന്റെ നേതൃത്വത്തിനെ കൈമാറുന്നതിന് വേണ്ടി കൂടി കൃത്യമായി അതിനെ ചലിപ്പിക്കുന്ന ഒരു സംവിധാനമാണിത്. സൗഹാർദ്ദ പ്രതിനിധിയാണ്, അടുത്ത വർഷം പ്രതിനിധിയായി വരാം. അത് പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. മെമ്പർഷിപ്പ് ആദ്യം കിട്ടണം. മെമ്പർഷിപ്പ് കിട്ടിയ ശേഷമുള്ള കാര്യമില്ല. അതൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കും, അതിന്റെ ചിട്ടയ്ക്ക് നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അംഗീകരിക്കപ്പെടുകയും ഒപ്പം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് സർ.